ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നാഗ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. താൻ അയ്യപ്പ ഭക്തനാണെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഗോവർദ്ധൻ കോടതിയെ സമീപിച്ചത്. എന്നാൽ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന ഗോവർദ്ധന്റെ വാദം കോടതി തള്ളി. അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ ഇടപെടാനാവില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഷബ്ന ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷബ്ന, സുപ്രീം കോടതിയിലെത്തിയിരുന്നു നാഗ ഗോവർദ്ധൻ, പക്ഷേ അവിടെയും തിരിച്ചടിയാണല്ലേ? തീർച്ചയായും. കാരണം കൊല്ലം വിജിലൻസ് കോടതിയിൽ ആദ്യം ജാമ്യാപേക്ഷ നൽകി, പിന്നീട് ഹൈക്കോടതിയിൽ നൽകി. അതിനുശേഷമാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. സുപ്രീം കോടതിയിൽ സമീപിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ മറ്റൊരു ഹർജിയും ഗോവർദ്ധനൻ നൽകിയിരുന്നു. കാരണം തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് ഈ കേസ് റദ്ദാക്കണം എന്നൊരാവശ്യമായിരുന്നു ഉന്നയിച്ചത്. എന്നാൽ ഈ കേസ് റദ്ദാക്കണം എന്നൊരാവശ്യം നേരത്തെ തന്നെ സുപ്രീം കോടതി തള്ളിയതാണ്. പിന്നീടാണ് ഈ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. ഈ ജാമ്യാപേക്ഷയും കോടതി തള്ളിയിരിക്കുന്നു. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കാൻ പറ്റില്ല എന്ന് കോടതി വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ഗോവർദ്ധനൻ ഹർജിയിൽ പറഞ്ഞിരുന്നത് താൻ അയ്യപ്പ ഭക്തനാണ്, താൻ കൂടുതൽ സംഭാവനകൾ ശബരിമലയിൽ നൽകിയിരുന്ന ആളാണ്, ഈ തട്ടിപ്പിൽ യാതൊരു പങ്കുമില്ല എന്നായിരുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രതികളുടെ അടക്കം മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് SIT അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്തത്. ഇതിൽ അപാകതയില്ല എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. തുടർന്നാണ് ഈ ജാമ്യാപേക്ഷ തള്ളിയത്. ഷബനയാണ് വിവരങ്ങൾ നൽകിയത്.